വിദേശ രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. ലോകത്ത് വിദേശ രാജ്യങ്ങൾക്ക് ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക. റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ യുക്രൈൻ ഉൾപ്പെടെ അമേരിക്ക സഹായം നൽകിയിരുന്നു. 2023 ഔദ്യോഗിക കണക്കനുസരിച്ച് $68 ബില്യൺ വിദേശ രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ സഹായമായി നൽകിയത്. വിവിധ രാജ്യങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്കും ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ സൈനിക സഹായത്തിനും സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഇനിയുള്ള സഹായങ്ങൾ പുനഃപരിശോധന നടത്തിയ ശേഷം മതിയെന്നാണ് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നത്. അമേരിക്കയെ കൂടുതൽ ശക്തവും സുരക്ഷിതവും അഭിവൃദ്ധിപ്പെടുത്തുന്നതുമായ വിദേശ സഹായങ്ങൾ മാത്രം തുറന്നാൽ മതിയെന്നതാണ് സർക്കാർ നയമെന്നാണ് ട്രംപ് ഭരണകൂടത്തിൽ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റ മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. US പ്രസിഡന്റിന്റെ എയ്ഡ്സ് ദുരിതാശ്വാസ പദ്ധതി പ്രകാരമുള്ള എല്ലാ പദ്ധതികളും 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനും ട്രംപ് ഉത്തരവിട്ടിരുന്നു. ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഇത്. എന്നാൽ ട്രംപിന്റെ തീരുമാനത്തിന് ലക്ഷക്കണക്കിന് എയ്ഡ്സ് രോഗികളുടെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ശേഷിയുണ്ടെന്നാണ് UN മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ തീരുമാനം പല രാജ്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് UN എയ്ഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിന്നി ബയാനിമ പറയുന്നത്. UN-ന് ഏറ്റവും അധികം ധനസഹായം നൽകുന്ന രാജ്യമാണ് US. ഫൗണ്ടേഷൻ ഫോർ എയ്ഡ്സ് റിസർച്ചിൻ്റെ വിശകലനം അനുസരിച്ച് ട്രംപിൻ്റെ തീരുമാനം 2 കോടിയിലധികം HIV രോഗികളെയും 2.7 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. സഹായം നിലച്ച് ഇതേ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ മരണങ്ങൾ 10 ഇരട്ടിയായി വർദ്ധിച്ച് 6.3 ദശലക്ഷം ആകുമെന്നും UN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, രോഗബാധിതർ 8.7 ദശലക്ഷമായി വർദ്ധിക്കുകയും ചെയ്യും. 1961 US എയ്ഡ്സ് ദുരിതബാധിതരെ സഹായിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. പ്രതിവർഷം $40 ബില്യൺ സഹായമായി നൽകുന്നത്. ട്രംപിന്റെ തീരുമാനം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ്. ധനസഹായം മരവിപ്പിച്ചിട്ടും ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ ഇപ്പോഴും ലഭ്യമാക്കുമെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആഫ്രിക്കയിലെ ചില ആരോഗ്യ പ്രവർത്തകർ ക്ലിനിക്കുകൾ ഇതിനകം അടച്ചുപൂട്ടുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അഡിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിയിൽ ബിന്നി ബെന്യാമിയ നേതാക്കളുമായി സംസാരിക്കുകയും വിദേശ സഹായത്തേക്കാൾ സ്വന്തം രാജ്യത്തിന്റെ ഫണ്ടുകളെ കൂടുതൽ ആശ്രയിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പല ആഫ്രിക്കൻ രാജ്യങ്ങളും വലിയ കടങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ചെലവുകൾ വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പല ആഫ്രിക്കൻ രാജ്യങ്ങളും വലിയ കടബാധ്യതകൾ വലയുകയാണ്. US സഹായമായിരുന്നു ഇവരുടെ ആശ്വാസം. 1961 സ്ഥാപിതമായ US എയ്ഡ്സിൻ്റെ വാർഷിക ബജറ്റ് $40 ബില്യൺ ലോകമെമ്പാടും പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ വികസനം, ആരോഗ്യം തുടങ്ങിയവയെ പിന്തുണയ്ക്കുന്നതിനാണ് പണം ഉപയോഗിച്ചിരുന്നത്.